ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് കാലഘടന ക്രമത്തിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇനി വരുന്ന പബ്ലിക് എക്സാമിനും നമുക്കിത് പ്രയോജനമാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി കണക്കിലാക്കിയാണ് PYQs ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും ഈ ഒരു ക്രൊണോളജിക്കൽ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളതെല്ലാം ഞാൻ ആദ്യമേ ആ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് PYQs നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും അവസാനത്തെ പാഠം, ആ ഒരു പാഠഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ തവണ ക്രൊണോളജിക്കൽ ഓർഡർ 4 മാർക്കിന് വേണ്ടിയിട്ട് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആ ലാസ്റ്റത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ളതും ആ ലാസ്റ്റത്തെ പാഠത്തിലുള്ളത് തന്നെയാണ് കേട്ടോ. ഒന്ന്, പഴശ്ശി റിവോൾട്ട്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്താ പറയുക, പഴശ്ശി കലാപം എന്ന് നമുക്ക് പറയാം അല്ലേ. പഴശ്ശി റിവോൾട്ട് നടക്കുന്നത് ഇതിന് ആക്ച്വലി 2 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഈ ഫസ്റ്റത്തെ ഈ ഒരു വർഷം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതായത് ഇതിൻ്റെ ആദ്യഘട്ടം നടക്കുന്നത് 1793 മുതൽ 1797 വരെയും, പിന്നെ സെക്കൻഡ് ഫേസ് നടക്കുന്നത് 1800 മുതൽ 1805 വരെയുമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഴശ്ശി റിവോൾട്ട് 1793 ആ ഒരു വർഷം നമ്മൾ പഠിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. ഈ ഒരു വർഷം നമ്മളൊന്ന് ഫിഗർ ഔട്ട് ചെയ്ത് നോക്കി വെച്ചാൽ മതിയാവും. ക്ലിയർ. ഇനി അടുത്ത് കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലേ, കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് അത് 1809 എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപം എന്നായിരുന്നു, 1812 കുറിച്യ കലാപം എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി മാപ്പിള ഔട്ട്ബ്രേക്സ് എന്നോ അല്ലെങ്കിൽ മലബാർ റെബല്യൻ ഒക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. മലബാർ കലാപം എന്ന് പറയാം. ഓക്കെ, 1921 എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തെന്താ, വൈക്കം സത്യാഗ്രഹം അല്ലേ. വൈക്കം സത്യാഗ്രഹം 1924 സംഭവിക്കുന്നത്. വൈക്കം സത്യാഗ്രഹമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ, 1931 മനസ്സിലാക്കുക. പിന്നെ ഏതാ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത് 1936 പ്രൊക്ലെയിം ചെയ്യുന്നത് കേട്ടോ. 1936 അതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ PYQs എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മോഡലിലും പബ്ലിക് എക്സാമിലൊക്കെ, പ്രത്യേകിച്ചും പബ്ലിക് എക്സാമിലൊക്കെ ഒരുപാട് തവണ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് പാലിയം സത്യാഗ്രഹം. ഓക്കെ, പാലിയം സത്യാഗ്രഹം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. 1947 പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ നടന്നത്. ഇനി കയ്യൂർ റിവോൾട്ട്, കയ്യൂർ സമരം എന്തായിരുന്നു, 1941. ഇതൊക്കെ നമ്മൾ അധികം ശ്രദ്ധിക്കില്ല, കാരണം മേജർ ടോപ്പിക്സ് ആയിട്ട് നമുക്കിതൊന്നും അധികം അങ്ങനെ വലുതായിട്ട് പഠിക്കാനില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ക്രൊണോളജിക്ക് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുന്നപ്ര വയലാർ അപ്ഹെവൽ അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നായിരുന്നു, 1946. ഓക്കെ, 1946 നടന്നത്. ഇനി ഷാനാർ അജിറ്റേഷൻ, ചാനാർ കലാപം അല്ലെ, ചാനാർ കലാപം എന്നായിരുന്നു, 1859. ക്ലിയർ. ഇനി മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു നിവേദനമായിരുന്നു. അതെന്നാണ് അത് സമർപ്പിച്ചത്, 1891 എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അതുപോലെ ഇത് ചോദിച്ചിട്ടുണ്ട്, ഫോർമേഷൻ ഓഫ് കേരളത്തിന്റെ രൂപീകരണം എന്നായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1956 നവംബർ 1 അല്ലേ, 56. ഓക്കെ, ക്ലിയർ. ഇനി പട്ടിണി ജാഥ എന്ന് പറയുന്നത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, 1936 പട്ടിണി ജാഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പഠിക്കുക കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇനി കീഴറിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് 1942 എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക, അതും ചോദിച്ചിട്ടുണ്ട്. ഇനി ഫോർമേഷൻ ഓഫ് തിരുക്കൊച്ചിയുടെ രൂപീകരണം 1949 എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ ഒരെണ്ണം കൂടി, അബോളിഷൻ ഓഫ് സ്ലാവറി ഇൻ ട്രാവൻകൂർ, അതായത് നമ്മുടെ തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയതെന്നായിരുന്നു, 1812. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് നമ്മുടെ ആ കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രൊണോളജി ആയിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശി റിവോൾട്ട്, കുണ്ടറ പ്രൊക്ലമേഷൻ, കുറിച്യ, മാപ്പിള കലാപം, പിന്നെ അതായത് മാപ്പിള റെബല്യൻ, മാപ്പിള ഔട്ട്ബ്രേക്സ്, മലബാർ റെബല്യൻ. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പിൾ എൻട്രി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാലിയം, കയ്യൂർ, പുന്നപ്ര, ഷാനാർ, പിന്നെ മലയാളി മെമ്മോറിയൽ, കേരള രൂപീകരണം, പട്ടിണി ജാഥ, കീഴറിയൂർ ബോംബ് കേസ്, തിരുക്കൊച്ചിയുടെ രൂപീകരണം, അബോളിഷൻ ഓഫ് സ്ലാവറി ഇൻ ട്രാവൻകൂർ. ഇത്രയും നിങ്ങൾ എന്തായാലും
ഒന്നുപോലും വിടാണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചിട്ട് പോവുക. നമുക്ക് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതും ഒരിക്കലെങ്ങാണ്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം. ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കുക. ചമ്പാരൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നോക്കി വെക്കുക. ഇനി അഹമ്മദാബാദും ഖേദയും, ദറ്റ് ഈസ് ഗാന്ധിജിയുടെ ആദ്യകാലത്തെ സമരങ്ങളായിരുന്നു ചമ്പാരനും അഹമ്മദാബാദും ഖേദയും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 അഹമ്മദാബാദിൽ സമരം നടന്നത് എപ്പോഴായിരുന്നു? 1918 അതുപോലെ തന്നെ ഖേദയിൽ കർഷക സമരം നടന്നത് 1918 തന്നെയാണ്. മനസ്സിലായോ? ചമ്പാരൻ മാത്രം 1917, അഹമ്മദാബാദിലും ഖേദയിലും ഗാന്ധിജി സമരം നയിച്ചത് എപ്പോഴായിരുന്നു? 1918 ക്ലിയർ. ഇനി റൗലത്ത് ആക്ട്, ജാലിയൻ വാലാബാഗ്, ഖിലാഫത്ത് മൂവ്മെന്റ്. മലയാളത്തിലും ഇതേ സെയിം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. റൗലത്ത് നിയമം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ, ഇത് മൂന്നും നടന്നത് ഒരു വർഷമാണ്. ഇതാണ് 1919 എളുപ്പമല്ലേ? നോക്കി വെച്ചേക്കണേ. ഇനി അടുത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്നായിരുന്നു? 1920 അല്ലെങ്കിൽ 21 ആ രീതിയിലാണ് കേട്ടോ. 20-21 ആ ഒരു ടൈമിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സോൾട്ട് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി മാർച്ച് അല്ലെ, ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡി യാത്രയൊക്കെ നടന്നത് 1930 ഓക്കെ, എപ്പോഴായിരുന്നു? 1930 എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഗാന്ധി ഇർവിൻ പാക്ട്, ഗാന്ധി ഇർവിൻ ഉടമ്പടി, ഇത് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അതുപോലെ ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് ദൗത്യം കേട്ടോ, 1942. അതേ വർഷം തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലേ, 1942 തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചൗരി ചൗര ഇൻസിഡന്റ്, ചൗരി ചൗര സംഭവം എന്ന് നമുക്ക് പറയാം അല്ലേ. ചൗരി ചൗര സംഭവം, ചൗരി ചൗര ഇൻസിഡന്റ്, ചൗരി ചൗര സംഭവം 1922 മനസ്സിലാക്കി വെച്ചേക്കുക. 22 ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഗാന്ധിജിയുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോക്കി പോവേണ്ട എന്താണ് ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വിജയനഗര സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഈ ഒരു 4 പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താ പറയുക, ഭരിച്ചിരുന്ന എന്താണ് ഡൈനാസ്റ്റികളുടെ പേരാണ്. സംഗമ ഡൈനാസ്റ്റി, സലുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി, അരവിഡു ഡൈനാസ്റ്റി. ഇത് നമ്മൾ വർഷമൊന്നും നോക്കേണ്ട കാര്യമില്ല, വർഷമൊക്കെ ഉണ്ട്. നമുക്ക് അതിനേക്കാളും ഈസി ആയിട്ട് ഇത് 4 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4 ഇങ്ങനെ എന്ത് ചെയ്യും, മിക്സ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഓർഡറിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഒരു ഓർഡറിലാക്കി എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സംഗമ, സലുവ, തുളുവ, അരവിഡു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് ഒരു തവണ മോഡൽ എക്സാമിന് എങ്ങാണ്ടോ ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം കൂടുതലും ചോദിച്ചിട്ടുള്ളത് മറ്റേ കേരള ഹിസ്റ്ററിയുടെ പോർഷൻസ് ആണെന്നുണ്ടെങ്കിലും, അഥവാ ഇനിയിപ്പോൾ എന്താണ് പറയുക, ക്വസ്റ്റ്യൻ ഒന്ന് മാറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് പോകാം കേട്ടോ. ഇത് നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ചിട്ട് പോയാൽ മതി. ഇത് തെറ്റിച്ച് തന്നിട്ടുണ്ടായിരിക്കും. നമ്മളിതാ ഈ ഒരു ഓർഡറിൽ 4 ഒന്ന് റെഡിയാക്കി എന്താ പറയുക, എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് വേറൊരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്, മീൻസ് ഒരു 10ാമത്തെ ചാപ്റ്ററിലെ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 4 കൂടി പഠിച്ചിട്ട് പോവുക. ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതായത് സ്ഥിര കുടിയേറ്റ വ്യവസ്ഥ എന്ന് നമുക്ക് പറയാം. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നായിരുന്നു അത് കൊണ്ടുവന്നത്? 1793 കേട്ടോ. കോൺവാലിസ് പ്രഭുവായിരുന്നേ കൊണ്ടുവന്നത്. 1793 ഇമ്പോർട്ടൻ്റ് ആണ്. 5th റിപ്പോർട്ട്, 5ാമത്തെ റിപ്പോർട്ട്, ഇതെപ്പോഴായിരുന്നു കൊണ്ടുവന്നത്? 1813 അതുപോലെ സാന്താൾ റിവോൾട്ട്, സാന്താൾ കലാപം എന്ന് പറയും, എന്നാ നടന്നത്? 1855 സാന്താൾ കലാപം നടന്നത്. ഓക്കെ, ഡെക്കാൻ റയറ്റ്, ഡെക്കാൻ കലാപം നടന്നത് എന്നാണ്? 1875. ഈ ഡെക്കാൻ കലാപം തന്നെ സൂബ റിവോൾട്ട്, പൂന റിവോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും കേട്ടോ. കാരണം ഡെക്കാനിൽ തന്നെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് ആണ് പൂന, സൂബ, അവിടെയൊക്കെയാണ് ഈ ഒരു കലാപം നടന്നത്. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ടും ചോദിക്കാറുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഡെക്കാൻ റയറ്റ് 1875 എന്നുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എങ്കിലും ഞാനിപ്പോഴും പറയുന്നു, നമുക്ക് ഈ കേരള ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു പഴശ്ശി റിവോൾട്ട് മുതൽ അതുപോലെ തന്നെ ഈ ഒരു സ്ലേവറി അബോളിഷ് ചെയ്യുന്നവരെ ഇത്രയും കാര്യങ്ങളും കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രോണോളജിക്കൽ ഓർഡറാണ്. അതാണ് കൂടുതലായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് തന്നെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവേണ്ടത്. പിന്നെ നമുക്ക് ഒരു തവണയൊക്കെ ഇങ്ങനെ മാറി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്നുള്ള ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ വിജയനഗര ബന്ധപ്പെട്ട് വരുന്ന ഈ ഡൈനാസ്റ്റിയുടെ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ നോക്കണം. പിന്നെ ഈ 10ാമത്തെ പാഠത്തിലുള്ള ഈ 4 കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നാലും പിന്നെ നമുക്ക് പേടിക്കേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കൂടുതലും ഇമ്പോർട്ടൻസ് കേരള ഹിസ്റ്ററിക്ക് തന്നെ
കൊടുക്കുക, ബാക്കിയുള്ളതും വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ മാപ്പിന് അതായത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മാപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ഇതിപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ അല്ല, ഇതെന്താണ് പബ്ലിക് എക്സാമിന് ഇത് തന്നെയാണ്. അപ്പോൾ അന്നേരം നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാം കേട്ടോ. ക്ലിയർ?